ഒരു യൂണിവേഴ്സിറ്റി കൊടുത്ത പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 3 പയ്യന്മാർ ചേർന്ന് ഒരു ആപ്പ് ലോഞ്ച് ചെയ്യും. ആ ഒരു ആപ്പ് ഇന്ന് ലോകമെമ്പാടും ഏകദേശം സൈബർ ബുള്ളിങ്ങിന് നല്ല രീതിയിലുള്ള പരാതികളും അറിഞ്ഞും അറിയാതെയും ലീഗലായിട്ടും ഇല്ലീഗലായിട്ടും ഓരോ കാര്യങ്ങൾ ഈ ഒരു ആപ്പിന്റെ ഇടയിൽ കൂടെ ചെയ്ത് വഴിയാണ്. ഈ ഒരു കാര്യം മയക്കുമരുന്നിനേക്കാളും നമ്മുടെ ഇന്ത്യയിലുള്ളതും ഈവൻ ലോകത്തിലുള്ള എല്ലാ കുട്ടികളെ ഉൾപ്പെടെ ഇത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള ഒരു ഗുണവും ചെയ്യാത്ത ഈ ഒരു ആപ്പിന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 2011 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഇവർക്ക് ഫസ്റ്റ് ഈ ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. 3 പയ്യന്മാർ ചേർന്നാണ്, അതായത് റെജി, ബെഫ്രിൻ, അതുപോലെ സ്പാമ്പിൻ എന്ന് പറയുന്ന 3 പേര് ചേർന്നാണ് ഫസ്റ്റ് ഇത്തരത്തിലുള്ള ആപ്പ് രൂപീകരിച്ചത്. ഈ ഒരു ആപ്പിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഫോട്ടോസും വീഡിയോസും മാത്രം ലോഡ് ചെയ്ത് അല്ലെങ്കിൽ അയക്കാൻ പറ്റുന്ന ഒരു ആപ്പ് എന്ന രീതിയിലാണ് ഫസ്റ്റ് ഇവർ ഈ ഒരു സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ അതിനുശേഷം കാലങ്ങളോളം അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ ഒരു ആപ്പിന്റെ ഗതി തന്നെ നിർണ്ണയിക്കാൻ അവർക്ക് കൊണ്ട് സാധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇത് പിന്നീട് ഫോറിൻ രാജ്യത്തുള്ള കപ്പിൾസ് ന്യൂഡിറ്റിയും അതേപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ഈ ഒരു കാര്യത്തിന് ലീഗലി ആയിട്ട് ഒരു തെളിവും പറയുന്നില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി മാത്രമാണെന്നാണ് ഈവൻ ഗൂഗിൾ ജെമിനി വരെ പറയുന്നത്. മറ്റൊരു ഫാക്ടർ ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനെ ഈ ഒരു സ്നാപ്ചാറ്റ് ഇത്രയും പിമ്പിള്ളേരെ അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു ജെൻസി കിഡിനെ എങ്ങനെ ഇത്രയും വലയിലാക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ആപ്പിനുള്ള ആ ഒരു പ്രൈവസി എന്ന് പറഞ്ഞ കാര്യം. പ്രൈവസി എന്ന കാര്യം ഇത്തരത്തിലുള്ള ഈ ഒരു ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ അടപടലം വിശ്വസിക്കുന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. അവർ ഇപ്പോഴും വിചാരിക്കുന്നു ഈ ഒരു നിശ്ചിത സമയത്തേക്ക് വീഡിയോസും ഫോട്ടോസും അയച്ചു കൊടുത്ത് അത് പെട്ടെന്ന് ഡിസപ്പിയർ ആവുന്ന ആ ഒരു മോഡലിലാണ് അവർ അയച്ചു കൊടുക്കുന്നത്. അത് ഒരിക്കലും നിലനിൽക്കില്ല. അത് ഉടനെ തന്നെ വിട്ടുപോകും അല്ലെങ്കിൽ ഉടനെ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ആയി പോകും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പോഴും ഈ എല്ലാ പിള്ളേരും ഇപ്പോഴും സ്നാപ്പ് എന്ന് പറയുന്ന ആ ഒരു സാധനം യൂസ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ സ്നാപ്ചാറ്റിന്റെ ആ ഒരു പ്രൈവസി അല്ലെങ്കിൽ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒരിക്കലും പറയുന്നില്ല സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവസി ആയിട്ടുള്ള ഒരു ആപ്പാണെന്ന്. ഈ ഒരു പ്രൈവസി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്രൈവസി എന്ന് പറയുന്നത് എൻഡ് ടു എൻക്രിപ്റ്റ്, അതിപ്പോൾ നമ്മൾ വാട്സപ്പ് എൻഡ് ടു എൻക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോളിസിയിലാണ് റൺ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ തന്നെ തീരുകയാണ്, അത് പുറത്തോട്ടോ വിദേശത്തോ അല്ലെങ്കിൽ ഒന്നും ലീക്ക് ആകില്ല. അതാണ് എൻഡ് ടു എൻക്രിപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യം സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പിനില്ല. അത് ഗൂഗിളിനോടും നിങ്ങൾ ഏത് ജെമിനിയോടും ചാറ്റ് ജിപിടിയോടും ചോദിച്ചാലും അവർ ഉറപ്പായിട്ടും പറഞ്ഞു തരും. അവർ ഒരിക്കലും കൈ കൊടുത്ത് അല്ലെങ്കിൽ 100% ഉറപ്പായിട്ട് ഒരു കാര്യം പറയുന്നില്ല ഇതൊരു പ്രൈവസി ഉള്ള ആപ്പാണെന്ന്. എങ്ങനെ ഇത്രയും കുട്ടികൾ ഇതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വീണ്ടും ഒന്നും കൂടെ പരിശോധിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ റീസൺ ഇവർ ഈ ഒരു ഫിൽറ്റേഴ്സ് അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു ഡിസപ്പിയർ മെസ്സേജ് ആ ഒരു സെയിം പോളിസിയാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇതിലോട്ട് വീഴാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ഒരു ഗുണവുമില്ലാത്ത ഒരു ആപ്പ് മാത്രമാണ് ഈ ഒരു സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാം ആയിരുന്നു, ഫേസ്ബുക്ക് ആയിരുന്നു, യൂട്യൂബ് ആയിരുന്നു, നമുക്ക് സൈഡിൽ കൂടെ റെവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഒന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഈ ഒരു സ്നാപ്ചാറ്റും അതേപോലെ സ്നാപ് സ്കോറും ഈ രണ്ട് കാര്യങ്ങളും ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് വരുന്ന ഒരു ആപ്പ് അതും ഈ ഒരു സ്നാപ്ചാറ്റാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾ എവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോ. എൻ്റെ അടുത്ത് എനിക്ക് നെറ്റ് കിട്ടിയ ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ഒരു ആപ്പും കൂടിയാണ് ഈ സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, ഈ ഒരു എൻഡ് ടു എൻക്രിപ്റ്റ് എന്ന് പറയുന്ന പോളിസി സ്നാപ്ചാറ്റിന് ഇല്ല. അപ്പൊ അത് വിശ്വസിച്ച് അത് പ്രൈവസി ആണെന്ന് വിശ്വസിച്ച് ഓരോ കുട്ടികൾ സ്നാപ്പ് അയക്കുകയാണ്. ആ ഒരു ഫോട്ടോസ് അതേപോലെ തന്നെ മോർഫിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാലഘട്ടം നടക്കുന്നത്. അങ്ങനെ വെച്ചാണ് ഈവൻ എല്ലാ പേരും എന്താ പറയാ ഈ ഒരു സൈബർ ബുള്ളിങ് എന്ന കോൺസെപ്റ്റ് വീണ്ടും ഇതിലോട്ട് വരണം. ഇതൊരു കോൺസെപ്റ്റ് അല്ല, ഇത് മനഃപൂർവ്വം ചെയ്തു നടക്കുന്നതാണ്. ഈവൻ ഈ ഒരു ആപ്പ് പ്രൈവസി എന്ന് പറഞ്ഞയക്കുന്ന ഓരോ കാര്യങ്ങളും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, സ്ക്രീൻഷോട്ടും ചെയ്യാം. അതിനൊന്നും യാതൊരു വിലയും ഈ ഒരു ആപ്പിൽ കൊണ്ടു നൽകുന്നില്ലെന്നാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ജെൻസി പിള്ളേരുടെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് 90s കിഡ്സ് ഈ ഒരു സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു സ്നാപ്ചാറ്റ്, സ്നാപ് സ്കോർ, ഈ ഒരു ഫിൽറ്റേഴ്സിനൊന്നും ഒരു താല്പര്യവും ഇല്ല. ജസ്റ്റ് ഒരു വെറുതെ ഒരു ഫോണിൽ ആപ്പിൽ എടുത്തിട്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഫോണിൽ സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ആപ്പ് ഇല്ലെങ്കിൽ അപ്പൊ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത്.
സോ അതിനുള്ള മെയിൻ റീസണും ഈ ഒരു തലമുറയും കൂടെയാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത് അതിന്റെ ദോഷവശങ്ങൾ ആരും ചിന്തിക്കുന്നുള്ളതാണ് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഈവൻ സ്നാപ്ചാറ്റിന്റെ അടുത്ത അപ്ഡേഷനിൽ അവർ പറയുന്നത് അവർ കൊടുക്കുന്നത്, അതായത് ഈ ഒരു സ്നാപ്ചാറ്റിന്റെ സ്റ്റോറേജിൽ അഡീഷണൽ സ്റ്റോറേജ് ഫുൾ ആയാലും അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് വേണം ഈ ഒരു പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പോളിസി ആയിട്ട്, മറ്റൊരു അപ്ഡേഷൻ ആയിട്ട് അവർ കൊണ്ടുവരുന്നെന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും ഒരു ഗുണമില്ലാത്തൊരു ആപ്പ്, ഇത്രയും ഗുണമില്ലാത്തൊരു ആപ്പ് നമ്മുടെ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തവര് അതിനുശേഷം ഇത്രയും പേര് ഇൻസ്റ്റാൾ ചെയ്തു. ഈവൻ പല ഫോണുകളിലും ഇൻബിൽട്ട് ആയിട്ടും ആ ഈ ഒരു ആപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട്, എന്തിന് ഇത് യൂസ് ചെയ്യുന്നു എന്ന് ഇത് യൂസ് ചെയ്യുന്ന മണ്ടന്മാർക്ക് പോലും അറിയില്ലെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. എന്തിനു നീ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യുന്ന വെച്ചാൽ കൈ മലർത്തി ഇങ്ങനെ കാണിക്കും. ശരി, നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തിയോ. സ്നാപ്ചാറ്റും സ്നാപ്സ്റ്റോറും ആർക്കെങ്കിലും ഹൈ ആയിട്ട് കാണിച്ചു തന്നാൽ അവർ നിങ്ങൾക്ക് ഒരു തേങ്ങയും തരാൻ പോകുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ പേരൻസ് കാണണമെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടികളുടെ ഫോണിൽ സ്നാപ്ചാറ്റ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു വിലക്കുക, അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രൈവസി ആയിട്ടും പോളിസി ആയിട്ടും അവിടെ നിൽക്കുന്നില്ല. സ്നാപ്ചാറ്റിനെ പറ്റി പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലായ സ്കൂളിൽ എന്ന് പറഞ്ഞ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൂഫ് സഹിതമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നികത്തുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും പ്രൂവ് ചെയ്താൽ ഞാൻ ഇവിടെ വെച്ച് ഈ ഒരു പരിപാടി നിർത്തുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിലും പലതരത്തിലുള്ള റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലാഭവും ഒന്നും നേടാനില്ല, ഒരു നേട്ടവും നേടാനില്ല. അതേസമയം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ പുതിയ റീൽസോ കണ്ടന്റ് ക്രിയേഷൻ അങ്ങനത്തെ ആയിട്ട് നിങ്ങൾ ചെന്നോ, അതൊന്നും ഒരു ഇതുമില്ല. ഓക്കെ, സോ ഗൈസ്, നിങ്ങൾ ജെൻസി പിള്ളേരായിരിക്കും, ഓക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ഒരു ഉപയോഗമില്ലാത്ത ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് കളയല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പ്രൈവസി എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും അത് മൊത്തത്തിൽ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം പല കുട്ടികളുടെ അവസ്ഥ. സ്റ്റോപ്പ് യൂസിങ് ദിസ് ആപ്പ്. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ എന്തായിരുന്നാലും ഈ ഒരു ആപ്പ് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളാണ്. ഇനി ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് ഞാൻ പറയൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ വിത്ത് ഗ്രോ വിത്ത് ആശി.